ഹലോ ഗൈസ്, ഞാൻ ഇന്നിവിടെ എളുപ്പത്തിലൊരു ചിക്കൻ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാം എന്നാണിവിടെ പറയുന്നത്. അതായത് ഇതിനു വേണ്ടി ഞാൻ 1 കിലോ വൃത്തിയാക്കിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതായത് ഇത് പെറോട്ട, അപ്പം, ചപ്പാത്തി ഇതിൻ്റെയൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് ഈ ചിക്കൻ റോസ്റ്റ് കഴിക്കാവുന്നതാണ്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു 6 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ ഗരം മസാലപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, കറിവേപ്പില, 1 കുടം വെളുത്തുള്ളി, 1 പീസ് ഇഞ്ചി, 6 പച്ചമുളക്, 4 സവാള പൊടിയായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ 6 ടേബിൾ സ്പൂൺ ടൊമാറ്റോ അരച്ചത്, അതായത് തക്കാളി അരച്ചത്. ഇത്രയുമാണ് ഇതിന് വേണ്ട പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ്. കണ്ടല്ലോ, ഇത്രയും സാധനങ്ങൾ ഇതിന് വേണം. പിന്നെ നമുക്ക് യുക്തമായിട്ട് ചേർക്കാം. 1 കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഏകദേശം ഇത്രയും ഇൻഗ്രീഡിയൻ്റാണ് ഇതിന് വേണ്ടത് ഓരോന്നും. അപ്പം ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം വേണം. കണ്ടല്ലോ, ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാട്ടെ. ഇത്രയും 1 കിലോ ചിക്കൻ ആവശ്യമായ സാധനങ്ങളാണിത്. ആവശ്യത്തിന്, അതായത് ഒരു 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിതിൽ ഒഴിച്ചിരിക്കുന്നത്. അതിലാദ്യം, അതായത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് അത് വഴറ്റണം. അതിനോടൊപ്പം തന്നെ പച്ചമുളകും കൂട്ടി വഴറ്റണം. അത് ഏകദേശം 1 മിനിറ്റോളം വഴറ്റണം. 1 മിനിറ്റിന് ശേഷം അതിനകത്ത് സവാള ചേർത്ത് വഴറ്റണം. സവാള ചേർത്ത് അതൊരു ബ്രൗൺ കളറാകുമ്പോൾ അതിനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതായത് കാശ്മീരി മുളക് പൊടി, കണ്ടില്ലേ മുളക് പൊടിയൊക്കെ ചേർക്കുന്നത്, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ചേർത്ത് അത് ഒന്നുകൂടി അതിൻ്റെ പച്ചമണം മാറുന്നതിന് വേണ്ടി വഴറ്റണം. അതിനുശേഷം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കണം. ചിക്കൻ ചേർത്തിട്ട് അതിനകത്ത് ഒരു 2 സ്പൂൺ നാരങ്ങാ നീര് ചേർക്കണം. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കണം. എന്നിട്ട് ഇതിങ്ങനെ നമ്മൾ ഇളക്കി വഴറ്റി കൊടുക്കണം. ഇളക്കണം. ഒരു 5 മിനിറ്റോളം ഇത് വെച്ചിങ്ങനെ ഇളക്കി പതുക്കെ നമ്മൾ ഇളക്കി വെച്ച് ഈ പരുവത്തിൽ എത്തിക്കണം. എന്നിട്ട് അതിനകത്ത് ഒരു ഏകദേശം 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കണം. ഇങ്ങനെ ഇളക്കി വഴറ്റി വെച്ചിട്ട് കുറച്ച്, നമ്മൾ അധികം വെള്ളം ഇതിൽ ചേർക്കുന്നില്ല, വെള്ളവും കൂടി ചേർത്ത് അടച്ച് വയ്ക്കണം. ഒരു 10 മിനിറ്റാണിത് വേകുവാൻ വേണ്ട സമയം. 10 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് അതിനകത്ത് 10 മിനിറ്റിന് ശേഷം തുറന്ന് അതിനകത്ത് തക്കാളി അരച്ചതും കുരുമുളകും ചേർത്ത് ഇളക്കണം. നല്ലതുപോലെ 2-3 മിനിറ്റ് ഇത് ഒന്നുകൂടി വഴറ്റി കൊടുക്കണം. വഴറ്റി കഴിയുമ്പോൾ ഇതുപോലെ ആകും. വളരെ രുചികരമാണ്. വഴറ്റി കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്നുകൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ഇത് പാകത്തിന് വേവും. ഇത് വെന്ത് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാവുന്നതാണ്. വളരെ നല്ല ഒരു റോസ്റ്റാണിത്. ചിക്കൻ റോസ്റ്റ് വളരെ നല്ലത്.